അങ്കദനെ ദൂതനായിട്ട് നിയോഗിക്കണം എന്ന് നിശ്ചയിച്ചു. രാവണൻ നയജ്ഞനോ അതോ ദണ്ഡ്യനോ എന്നറിവാനായിക്കൊണ്ട് ദൂതനായി അങ്കദനെ പറഞ്ഞയക്കണം എന്ന് നിശ്ചയിച്ച് സുഗ്രീവനോട് കൽപ്പിച്ച സമയത്ത് സുഗ്രീവൻ വേഗം അങ്കദനെ വിളിച്ചു വരുത്തി അങ്കദനോട് ഈ വൃത്താന്തങ്ങൾ മുഴുവൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത് കേട്ടപ്പോൾ അങ്കദൻ എന്താ ചെയ്തത് എന്നാണെങ്കിൽ നത്വാ തസ്യ രഘുത്തമസ്യ ചരണൗ സാഷ്ടാംഗമാശ്വംഗദ സുഗ്രീവേണ സമാനിത കപിവരൈരന്യൈശ്ച സംഭാവിത പ്രാകാരാഗ്രഗത പ്രചണ്ഡചരിതം പ്രാസാദമധ്യേ സ്ഥിതം പൗലസ്ത്യം പ്രദദർശ രത്നഖചിതേ സിംഹാസനേ സുസ്ഥിതം. തസ്യ രഘുത്തമസ്യ ചരണൗ നത്വാ ആ രഘുത്തമൻ്റെ ചരണങ്ങളെ നമസ്കരിച്ചു. അങ്കദൻ ആ ശ്രീരാമചന്ദ്രൻ്റെ ചരണങ്ങളെ നമസ്കരിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ മുഴുവൻ കേട്ടു, ഭംഗിയായിട്ട് കേട്ടു. എന്താ അവിടെ പോയി പറയേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടപ്പോ അങ്കദൻ എന്ത് ചെയ്തു? ആ ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് നമസ്കരിച്ചു. വേഗം അങ്ങോട്ട് നമസ്കരിച്ചു. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞു, പിന്നെ അധികം ആലോചിക്കാനൊന്നുമില്ല. കേട്ടു അപ്പം തന്നെ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു, ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണോ നമസ്കരിച്ചത്? ഈ നമസ്കാരക്കാരെയൊക്കെ പലതരത്തിൽ കാണാറുണ്ട്. ഒന്നും വേണ്ട പോലെ നമസ്കരിക്കാൻ നിശ്ചയമുള്ള ആളുകളല്ല. ഈ നമസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമസ്കരിക്കുക അല്ലേ? ചില ആളുകൾ അങ്ങോട്ട് നിന്നിട്ട് വില്ല് പോലെ അങ്ങോട്ട് വളഞ്ഞ ആ തല അങ്ങോട്ട് കീഴ്പ്പെട്ട് അങ്ങോട്ട് മുട്ടിച്ച് അവിടെ അങ്ങോട്ട് മുട്ടിക്കും. മുട്ടിച്ച് കഴിഞ്ഞാലോ 108 നമസ്കാരം എന്നൊക്കെയാണ് പറയാം. 108 പ്രാവശ്യം അതവിടെ ഇങ്ങനെ മുട്ടിക്കുക. അതിനാണ് ഈ 108 നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുണ്ട്. ഇനി അതല്ലെങ്കിൽ നമസ്തേ നമസ്തേ എങ്ങനെ പറയുന്ന ആളുകളില്ലേ? ഇത് 2 കൈ കൊണ്ട് തന്നെ ഇല്ല. ചില ആളുകൾ ഈ ഒറ്റ കൈ കൊണ്ട് കഴിച്ചു കൂട്ടണവരും ഉണ്ട്. ഞാൻ മറ്റേതിന് അത്ര വിഷമമായതുകൊണ്ടാവും ഇത് മതി എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇതൊന്നും ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ളതല്ലതാ അല്ല. വേണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യണു, അത്രേ ഉള്ളൂ. എന്നാൽ അങ്കദൻ അങ്ങനെയാണോ? അങ്കദൻ എങ്ങനെയാണ് നമസ്കരിച്ചത്? സാഷ്ടാംഗം നത്വാ, സാഷ്ടാംഗമായിട്ടുള്ള നമസ്കാരമാണ് ഉണ്ടായത്. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള നമസ്കാരം. നമസ്കരിക്കുമ്പോൾ 8 അംഗങ്ങളൊക്കെ നമസ്കരിക്കുന്ന ആളുടെ 8 അംഗങ്ങളാണ്. അത് ഏതെങ്കിലുമൊക്കെ ആയാൽ പോരാ, അവനവന് സ്വാധീനമുള്ള ഏതെങ്കിലുമൊക്കെ 8 എണ്ണം. അങ്ങനെയാണോ ഇഷ്ടമുള്ളത്? ഇപ്പം എല്ലാവർക്കും എല്ലാ അവയവമൊന്നും സ്വാധീനമാവണമെന്നില്ല. എന്നിട്ട് എനിക്ക് സ്വാധീനമുള്ളത് അങ്ങനല്ല. ഞാനിതൊക്കെ വേറെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉരസ്, മനസ്സ്, വചസ്, ശിരസ്, അഞ്ജലി, ദൃഷ്ടി, ജാനുക്കൾ, പാദങ്ങൾ, ഇങ്ങനെയുള്ള 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള നമസ്കാരം. അതാണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമസ്കാരം. പക്ഷെ അങ്ങനെ നമസ്കരിക്കുന്നതിനൊക്കെ പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഗുണമൊക്കെ ഉണ്ട്. നമസ്കരിച്ചാൽ ആ നമസ്കരിക്കുന്ന ആളുകളൊക്കെ കണ്ടറിയാം. ചില ആളുകളുടെ വയറൊക്കെ കണ്ടാൽ നല്ല നമസ്കാരക്കാരനാ പറയാറില്ലേ? നല്ല പതിവായിട്ട് നമസ്കരിക്കാണ് ആളുകളാണെച്ചാൽ അങ്ങനെ വലിയ വയറൊന്നും ഉണ്ടാവില്ല അധികം. അവരുടെ ശരീരപ്രകൃതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊക്കെ ശരീരത്തിന് നല്ലതാണാണ്. അങ്ങനെ വേഗം ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് നമസ്കരിച്ചു. ഇതെന്തിനാണോ നമസ്കരിച്ചത്? ശ്രീരാമചന്ദ്രൻ പറഞ്ഞോ, അങ്കദൻ ഞാനിങ്ങനെയൊക്കെ ചിലത് പറയൂട്ടോ, പോകാൻ നേരത്ത് എന്തായാലും ഇത്ര ആളുകളൊക്കെ അവിടെ ഉണ്ട്, ഇവരൊക്കെ ഒന്ന് കണ്ടോട്ടെ, എന്നെ നമസ്കരിച്ചിട്ട് പോയാൽ മതി എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് അങ്ങനെ അങ്കദൻ നമസ്കരിക്കുക. അങ്ങനെ വല്ലതും ആണോ? അല്ല. അങ്കദൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കണം. അതെന്താ കാര്യം വെച്ചാൽ ശ്രീരാമചന്ദ്രൻ ആരാ? അത് വാനരന്മാരുടെ പരദേവതയാണ്. ഏത് കാര്യത്തിനും എത്ര സമർത്ഥൻ പുറപ്പെട്ടാലും വിരോധമില്ല. ദൈവാധീനമില്ലെങ്കിൽ ആ പുറപ്പെട്ട കാര്യം വേണ്ട പോലെ ആവില്ല. ശ്രീരാമചന്ദ്രൻ ആരാ? അത് വാനരന്മാരുടെ പരദേവതയാണ്. ഏത് കാര്യത്തിനും
എത്ര സമർത്ഥൻ പുറപ്പെട്ടാലും വിരോധമില്ല. ദൈവാധീനമില്ലെങ്കിൽ ആ പുറപ്പെട്ട കാര്യം വേണ്ട പോലെ ആവില്ല. ഏത് കാര്യം നേരെ ആവണോ അതിന് ദൈവാധീനമാണ് പ്രധാനം, ഈശ്വരാധീനം ഉണ്ടാവണം. അപ്പോൾ ആ ഈശ്വരനെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം അത് പുറപ്പെടാൻ. പ്രത്യേകിച്ച് പരദേവത, ആ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഏത് കാര്യവും നേരെയാവുള്ളൂ. അപ്പോൾ അംഗദനറിയാം താൻ എത്ര സമർത്ഥനാണെങ്കിലും വിരോധമില്ല, ദൈവാധീനം വേണം. അതുകൊണ്ട് അവിടെ ചെന്ന അപകടം കൂടാണ്ട് കഴിച്ചു പോരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് വേഗം അദ്ദേഹത്തെ അങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചതിൻ്റെ ശേഷമോ ശ്രീരാമചന്ദ്രൻ നമസ്കരിക്കാൻ യോഗ്യനാണ്, അദ്ദേഹത്തെ അതുകൊണ്ട് നമസ്കരിച്ചു. ഇനി വേറെ ആരെങ്കിലും അങ്ങനെ നമസ്കാരം ഉണ്ടായോ? ഉണ്ടായി. സുഗ്രീവേണ സമാനിത, സുഗ്രീവനാലും സമാനിതനായി. സുഗ്രീവനെയും വേണ്ട പോലെ വന്ദിച്ചു. അതെന്തിനാ സുഗ്രീവനെ അങ്ങനെ വന്ദിച്ചത്? ശ്രീരാമചന്ദ്രനെ വന്ദിച്ചതിന് കാരണം എന്താണെന്ന് ചോദിക്കുക. സുഗ്രീവനെ എന്തിനാ വന്ദിച്ചത്? ആണെങ്കിൽ സുഗ്രീവൻ ആരാ? വാനര ചക്രവർത്തിയാ. വാനര ചക്രവർത്തിയായിട്ടുള്ള ആളല്ലേ, വാനര വംശത്തിൻ്റെ മുഴുവൻ നാഥൻ. അപ്പം അദ്ദേഹത്തെയും നമസ്കരിക്കണ്ടേ? അദ്ദേഹത്തെയും നമസ്കരിച്ചു. ഇങ്ങനെയുള്ള ആൾ ഇപ്പോൾ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ച അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല. ഈശ്വരനെ മനസ്സിൽ വന്ദിച്ചാലും മതി. ഈ ഭരണാധികാരികളെ ആകുമ്പോൾ അങ്ങനെ മനസ്സിൽ വന്ദിച്ചുകൊണ്ട് കാര്യമില്ല, അവർ കാണുക വേണ്ടത്. അപ്പോൾ ഇനി മനസ്സിൽ വേറെയാണ് വിചാരെങ്കിലും കാണുമ്പോൾ ഒന്ന് തൊഴണം. കൊള്ളരുതാത്തവനെ എന്നാണ് മനസ്സിൽ തോന്നണത് എങ്കിലും കണ്ട ഒന്ന് തൊഴണത് നല്ലതാ. ഇനി അതുകൊണ്ട് നമസ്കരിച്ചു അങ്ങനെയാണോ? അതല്ല. അതെന്താ വെച്ചാൽ ഈ വാനര ചക്രവർത്തി എന്നുള്ളത് മാത്രമല്ല, അച്ഛൻ്റെ അനുജനാണ്. അപ്പോൾ എന്തുണ്ട്, അച്ഛൻ്റെ സ്ഥാന ഗുരുത്വം എന്നുള്ളത് പ്രധാനം. ദൈവാധീനം പോലെ തന്നെ പരമപ്രധാനമാണ് ഗുരുത്വം. ഇത് രണ്ടും ഉണ്ടാവണം, ദൈവാധീനവും വേണം, ഗുരുത്വം ഉണ്ടാവണം. അപ്പോഴേ ഏത് കാര്യവും നേരെയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനം കൽപ്പിച്ച സുഗ്രീവനെയും വന്ദിച്ചു. സുഗ്രീവേണ സമാനിത. പിന്നെയോ പ്രധാനപ്പെട്ട ആളുകൾ രണ്ടാൾ, ബാക്കിയുള്ളതൊക്കെ അംഗദനെ പോലെയുള്ള വാനരന്മാരല്ലേ. അവരോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയല്ല അംഗദൻ ചെയ്തതേ. അംഗദൻ എന്ത് ചെയ്തു? അന്യൈ കപിവരൈ സംഭാവിത. അന്യന്മാരായിരിക്കുന്ന കപിവരന്മാരാലും സംഭാവിതനായി തീർന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാനരന്മാരുടെ അടുത്തും അവരെയും വേണ്ട പോലെ ഒന്ന് മാനിക്കലുണ്ടായി. വേണ്ട പോലെ ഒന്ന് മാനിച്ചു. അത് എന്താ അങ്ങനെ മാനിക്കാൻ? അംഗദനറിയാം സാധാരണ വാനരന്മാരാണ്, ഞാൻ യുവരാജാവാണ്, എന്നാലും എന്തെങ്കിലും ഒരു ആപത്ത് എനിക്ക് പറ്റിയ ആദ്യം അറിയേ വരാ. ഞാൻ പോണത് ലങ്കയിലേക്കാ, അപകടം പിടിച്ച സ്ഥലം അത്. എന്ത് ആപത്തും അവിടെ തന്നെ ഉണ്ടാവും, ഇന്നതുണ്ടാവണം എന്നൊന്നുമില്ല, എന്തുണ്ടാവാം. അങ്ങനെ എനിക്കൊരു ദുർഘടം ഉണ്ടായാൽ അത് ആദ്യം അറിയുക ഈ സാധാരണക്കാരാ അല്ലേ. എവിടെ ആണെങ്കിലും അങ്ങനെയാണ്, ഈ സാധാരണക്കാരാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആദ്യം അറിയാം. രക്ഷിക്കണമെങ്കിൽ അവരെന്നെ വരണം. എനിക്ക് 2 പ്രഹരം അവിടെ നിന്ന് അങ്ങനെ കിട്ടി, ഞാൻ നിലവിളിക്കുക, അയ്യോ നിലവിളിക്കുമ്പോൾ ആദ്യം കേൾക്കണത് ഇവരാ. നല്ല പരിചയമുള്ളൊരു ശബ്ദമാണല്ലോ, കേട്ടോ? താൻ കേട്ടോ? ലങ്കയുടെ ഉള്ളിൽ ഒരു പരിചയമുള്ളൊരു ശബ്ദം, ഒരു കരച്ചിൽ കേട്ടില്ലേ? അവ കേട്ടു. ആരുടെ? നമ്മുടെ യുവരാജാവിൻ്റെയാ. നമ്മുടെ യുവരാജാവിൻ്റെ നിലവിളിയാ കേട്ടതാ. അയ്യോ എടോ, എന്നാൽ അദ്ദേഹത്തിന് സാമാന്യം പോലെ എന്താ അവിടെ നിന്ന് തരായിട്ടുണ്ടോ? വേഗം ഇങ്ങോട്ട് പോയി രക്ഷിക്കുക, അദ്ദേഹത്തെ ചെന്ന് രക്ഷിക്കല്ലേ വേണ്ടടാ. തനിക്ക് വേണമെങ്കിൽ താൻ പോയി രക്ഷിച്ചോളൂ, എന്തായാലും ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. ഏടണ്ടാ? അടണ്ട. ഇവിടുന്നേ ദൂതനായിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ഒരു പോക്കുണ്ടായിട്ടുണ്ട്. നമ്മളെത്ര പേര് ഇവിടെ ഇരിക്കണ്ടോ ഒന്ന് നോക്കി ഒരു വാക്ക് പറഞ്ഞിട്ട് പോയായിരുന്നല്ലോ. നമ്മളെ ആരെങ്കിലും കണ്ടു എന്ന് നടിച്ചാ അവിടെ ഊറ്റക്കാരനായിട്ട് അങ്ങോട്ട് പോകാണ്ടായിട്ട് കിട്ടട്ടെ അവിടുന്ന് കിട്ടണത്തോളം കിട്ടട്ടെ, പറ്റുകയാണെങ്കിൽ പിന്നിൽ ചെന്ന് ഇപ്പോൾ ഒരെണ്ണം കൊടുക്കുക വേണ്ടത്. അങ്ങനെ ഇവർ വിചാരിക്കരുതാണ്. അപ്പോൾ എന്ത് വേണം? അവരെ ഒന്ന് കണ്ടുകൊണ്ടെന്ന് അടിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ അടുത്ത് നിന്ന് യാത്ര പറയാം അല്ലേ. ലക്ഷക്കണക്കിന് വാനരന്മാരുണ്ട്, അവരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് പോട്ടേട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം വേണ്ടി വരും. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് യാത്ര പറഞ്ഞുകൊണ്ടാണോ? അങ്ങനല്ല, അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയിട്ടൊന്നും യാത്ര പറയലുണ്ടായില്ല. പിന്നെയോ അങ്കദൻ ആ വാനരന്മാരുടെ അടുത്ത് നിന്ന് അങ്ങനെ നടന്ന കുറച്ച് ഉയരമുള്ളൊരു പ്രദേശത്തേക്ക് അങ്ങോട്ട് ചെന്ന് നിന്നപ്പോൾ ഈ വാനരന്മാരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണേ. കുരങ്ങന്മാർ നോക്കണ്ട, അതാ യുവരാജാവ് പോണത്, അതാ പോണു.
അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണു. ആ ഉയരമുള്ള സിഗ്ഗിൽ ചെന്ന് നിന്ന് ആ വാനരന്മാരെ മുഴുവൻ ഒന്നിങ്ങനെ നോക്കി ആ തലോണ്ട് അവരോട് ഒന്ന് യാത്ര ചോദിക്കണമായിട്ട് ഒന്ന് തോന്നിപ്പിച്ചു. ആ തോന്നിപ്പിച്ചപ്പോൾ ഇവിടെ ഇരിക്കണ ആളോട് എന്നോട് യാത്ര ചോദിച്ചു, എന്നോട് ചോദിച്ചു. അതാ ഇങ്ങനെ ആ വാനരന്മാർക്ക് മുഴുവൻ സന്തോഷമായി. അന്യൈ കപിവരൈ സംഭാവിത, അവരെ എല്ലാവരെയും കണ്ടുകൊണ്ട് നടിച്ച് യാത്രയൊക്കെ ചോദിച്ച് അങ്കദൻ എന്ത് ചെയ്തു? പ്രാകാരാഗ്രഗത, അവിടുന്ന് കൊടുത്തൊരു ചാട്ടം ആ ലങ്കയുടെ മതിലിൻ്റെ മുകളിലേക്ക് അവിടെ ചെന്ന് ആ മതിലിൻ്റെ മുകളിൽ അവിടെ അങ്ങോട്ട് ഇരുന്നു.